അനുരാഗ് താക്കൂർ കഴിഞ്ഞ ദിവസം നവോദയയുടെ ഒരു സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ അയാൾ പറയുന്നത് ആദ്യമായിട്ട് ബഹിരാകാശത്ത് കാലുകുത്തിയത് ആരാണ്? കുട്ടികളെല്ലാം ഓൺ ദ സ്പോട്ടിൽ ഉത്തരം കൊടുത്തു, നീൽ ആംസ്ട്രോങ്. ഓക്കെ, കുട്ടികൾ തെറ്റു പറഞ്ഞു എങ്കിൽ ഇയാൾ തിരുത്തണ്ടേ, അത് നീൽ ആംസ്ട്രോങ് അല്ല, അത് യൂറി ഗഗാറിനാണെന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്യാം, വിവരമില്ലാത്ത നമ്മുടെ കേന്ദ്രമന്ത്രി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ബഹിരാകാശത്ത് ആദ്യം കാല് കുത്തിയത് നീൽ ആംസ്ട്രോങ് അല്ല, നമ്മളുടെ ഹനുമാൻജിയാണെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ മറക്കാൻ പാടില്ല, നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഇട്ടിട്ട് പോയ കുട്ടികളെ പഠിപ്പിച്ചതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അനുരാഗ് താക്കൂർ വീട്ടിൽ ചെന്നിട്ട് സ്വന്തം മോനെ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതായത്, എടാ മോനെ, ഇനി പരീക്ഷാ പേപ്പറിൽ ആദ്യമായി ബഹിരാകാശത്ത് കാലുകുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ നീ നീൽ ആംസ്ട്രോങ് എന്ന് എഴുതരുത്, നീ ഹനുമാൻജി എന്ന് എഴുതണം എന്ന് പറയുമോ? ഒരിക്കലും പറയത്തില്ല. കാരണം അനുരാഗ് താക്കൂറിനും കൃത്യമായിട്ടറിയാം ആ പേപ്പറിൽ ഹനുമാൻജിന്നോ നീൽ ആംസ്ട്രോങ്ങോ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല എന്നും അവിടെ യൂറി ഗഗാറിൻ എന്ന് തന്നെ എഴുതണമെന്ന്. പക്ഷെ നവോദയ പോലെ ഇടത്തരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വന്നിട്ട് അനുരാഗ് താക്കൂർ തീർച്ചയായിട്ടും അത് പറയും. എല്ലാ കുട്ടികളും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടില്ലെങ്കിലും 3-4 കുട്ടികൾ ഇതെല്ലാം അങ്ങ് വിശ്വസിക്കും. നമ്മളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നും ഇത്തരം മണ്ടത്തരങ്ങളാണ് നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ. ഇവിടെ അനുരാഗ് താക്കൂർ പോലത്തെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ വോട്ട് ബാങ്കാണ്. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചതാണെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് തങ്ങളുടെ ഫുഡ് സോൾജേഴ്സിനെ ഉണ്ടാക്കാനാണ് അനുരാഗ് താക്കൂറിനെ പോലെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിൽ, ഏത് മതവും മറ്റു കാര്യങ്ങളൊന്നും കടന്നു ചെല്ലാൻ പാടില്ലാത്ത ഒരു സ്കൂളിൽ ചെന്നിട്ട് ഹനുമാൻജിയാണ് ആദ്യമായി ബഹിരാകാശത്ത് പോയതെന്നാണ് എനിക്കറിയാവുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിവിലേജുള്ള കുട്ടികൾ ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോവും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ.